അപ്പോൾ പാലക്കാട് കൊപ്പം പഞ്ചായത്ത് ഭരണം UDF നഷ്ടമായി. UDF പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ അസീസിനെതിരെ CPIMലെ 8 അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. കോൺഗ്രസ് അംഗം ഷഫീഖ് അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു. BJP അംഗം വിട്ടുനിന്നു. 7-നെതിരെ 9 വോട്ടുകൾക്കാണ് പ്രമേയം പാസായത്. നിഖിൽ പ്രമേഷാണ് വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. നിഖിൽ, അതിനുശേഷം ഉണ്ടായത് എന്താണ്? എന്തുകൊണ്ടാണ് ഭരണനഷ്ടം ഉണ്ടാവുന്നത്? ഹാഷ്മി, കൊപ്പം പഞ്ചായത്ത് ഭരണം UDF നഷ്ടമായതിന് പിന്നാലെ നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ പഞ്ചായത്ത് പരിസരത്ത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉണ്ടായത്. വോട്ടെടുപ്പിന് ശേഷം പുറത്തിറങ്ങിയ കോൺഗ്രസ് മെമ്പർ ഷഫീഖിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. കൊലവിളി മുദ്രാവാക്യങ്ങളുമായി UDF പ്രവർത്തകർ രംഗത്തെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. UDF പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ അസീസിനെതിരെ CPIMലെ 8 അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ് പാസ്സായത്. ഇതിനെ UDF കോൺഗ്രസ് മെമ്പറായിട്ടുള്ള ഷഫീഖ് ഈ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. 7-നെതിരെ 9 വോട്ടുകൾക്കാണ് പ്രമേയം പാസ്സായത്. ഇതിന് BJP അംഗം വിട്ടുനിൽക്കുകയായിരുന്നു. നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മുദ്രാവാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരു കൊലവിളി മുദ്രാവാക്യം തന്നെയായിരുന്നു ഇത്. BJP ബന്ധം ആരോപിച്ചാണ് ഈ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായതും അത് പാസ്സാകുന്ന സാഹചര്യം ഉണ്ടായതും. ഇതോടുകൂടി UDF ഈ പഞ്ചായത്തിന്റെ ഭരണം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഈ വോട്ടെടുപ്പിന് പിന്നാലെ കൂറുമാറിയ മെമ്പർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുണ്ടായത്. ഓക്കെ, നിഖിൽ പരമേശ്വരാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി.